അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ബഖറയുടെ 36, 37 ആയത്തുകളാണ്. അതിൻ്റെ മനപ്പാഠം, തജ്വീദ്, ലഘുവിവരണം എന്നിവയാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ ഖുർആനിലെ 6 പേജ് കംപ്ലീറ്റ് ആവുകയാണ്. എന്നാൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. നമുക്ക് 36-ാം ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഇവിടെ ത്വ, ഹ, റ, ഖാഫ് എന്നിവ തഫ്ഹീം ചെയ്യണം. പിന്നെയുള്ളത് ഷെയ്ത്താൻ, അവിടെ ചെറിയ അലിഫ് കാണുന്നുണ്ട്, അവിടെ മദ് അസ്ലിയാണ്, 2 ഹർക്കത്ത് മാത്രമേ നീട്ടാവൂ. പിന്നെയുള്ളത് വാജിബുൽ ഗുന്ന, മീമിന് ഷദ്ദുണ്ട്. അതേപോലെ കാനാഫി, അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ മദ് ആരിൽ സുക്കൂനാണ്. കാനാഫി എന്ന് സുക്കൂനിട്ട് നിർത്തണം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇവിടെ തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങൾ വാദ്, റാ, ഖാഫ്. പിന്നെയുള്ളത് ഇദ്ഗാം ബിഗുന്നയാണ്. ഇവിടെ അദ്വൂൻ എന്ന സ്ഥലത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ഇദ്ഗാം ബിഗുന്ന, കാരണം തൻവീന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായ വ വന്നതുകൊണ്ട് അവിടെ മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. അദ്വും വലക്കും. പിന്നെയുള്ളത് മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ. പിന്നെയുള്ളത് മദ് അസ്ലിയാണ്, മതാഉൻ, അവിടെ 2 ഹർക്കത്ത് നീട്ടണം. പിന്നെയുള്ളത് മദ് ആരിൽ സുക്കൂൻ. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. എന്നാൽ പിശാച് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അവർ ഇരുവരും അനുഭവിച്ചിരുന്നതിൽ സൗഭാഗ്യം നിന്ന് അവരെ പുറന്തള്ളുകയും ചെയ്തു. നാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോകൂ, നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്നു. നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. ഫഅസല്ലഹുമ, എന്നിട്ട് അവരെ വ്യതിചലിപ്പിച്ചു, പിഴപ്പിച്ചു, ഷെയ്ത്താൻ, പിശാച്, അൻഹ, അതിൽ നിന്ന്, ഫഅഖ്റജഹുമ, അങ്ങനെ അവൻ അവരെ പുറത്താക്കി, മിമ്മ, യാതൊന്നിൽ നിന്നോ, ഏതൊന്നിൽ നിന്ന്, കാന, അവർ 2 പേരുമായിരുന്നു, ഫീഹ്, അതിൽ, വകുൽന, നാം പറയുകയും ചെയ്തു, ഇഹ്ബിതൂ, നിങ്ങൾ ഇറങ്ങിക്കൊള്ളുവിൻ, ബഅ്ളുക്കും, നിങ്ങളിൽ ചിലർ, ലിബഅ്ളിൻ, ചിലർക്ക്, അദുവ്വുൻ, ശത്രുവാണ്, വലക്കും, നിങ്ങൾക്കുണ്ട് താനും, ഫിൽ അർളി, ഭൂമിയിൽ, മുസ്തഖറും, പാർപ്പിടം, വമതാഉൻ, വിഭവവും, ഇലാഹീൻ, ഒരു കാലം, അതായത് ഒരു സമയം വരേക്കും. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ബൈഹാർട്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നോക്കി ഓതുമ്പോൾ വിരൽ ഓരോ അക്ഷരത്തിന് അടിയിലും വെച്ച് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ഓതുക. ഓരോ ഭാഗവും 3 തവണയെങ്കിലും ഓതണം. ചിലർക്ക് 3 തവണ മതിയാവും, മറ്റു ചിലർക്ക് അതിൽ കൂടുതൽ തവണ ആവർത്തിക്കേണ്ടി വരും. മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. ചിലർക്ക് മനസ്സിൽ ഓതിയാലായിരിക്കും വേഗം മനഃപ്പാഠമാവുക, മറ്റു ചിലർക്ക് ഉറക്കെ ഓതണം. അവരവരുടെ സൗകര്യം പോലെ പഠിക്കുക. അതേപോലെ ബൈഹാർട്ടായ ഭാഗങ്ങൾ നിങ്ങൾ ഒരു വോയിസ് റെക്കോർഡിൽ കാണാതെ ഓതി സേവ് ചെയ്ത് പിന്നീട് ഖുർആൻ എടുത്ത് ആ ഭാഗം നോക്കി ആ വോയിസ് കേൾക്കുക. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താൻ പറ്റും. എന്നാൽ നമുക്ക് തുടങ്ങാം. ഫഅസല്ലഹുമ ശൈത്താനു അൻഹാ ഫഅഖ്റജഹുമാ فأزلهما الشيطان عنها فأخرجهما
فأزلهما الشيطان عنها فأخرجهما. ഇനി കാണാതെ ഓതി നോക്കൂ. ഇത് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവാം. മിമ്മാ കാന ഫീഹി വഖുൽന ഇഹ്ബിതു മിമ്മാ കാന ഫീഹി വഖുൽന ഇഹ്ബിതു മിമ്മാ കാന ഫീഹി വഖുൽന ഇഹ്ബിതു. ഇനി കാണാതെ ഓതി നോക്കൂ. ഇനി നമുക്കിതിനെ ഒന്ന് മൊത്തത്തിൽ ഓതി നോക്കാം. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا. ഇനി കാണാതെ ഓതി നോക്കൂ. കഴിഞ്ഞ വരി മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. ബഅ്ളുകും ലിബഅ്ളിൻ അദുവ്വുൻ വലകും ബഅ്ളുകും ലിബഅ്ളിൻ അദുവ്വുൻ വലകും ബഅ്ളുകും ലിബഅ്ളിൻ അദുവ്വുൻ വലകും. ഇനി കാണാതെ ഓതി നോക്കൂ. ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ ഫതലഖാ ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ ഫതലഖാ ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ ഫതലഖാ. ഇനി കാണാതെ ഓതി നോക്കൂ. ഇനി നമുക്ക് ഈ വരി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. ബഅ്ളുകും ലിബഅ്ളിൻ അദുവ്വുൻ വലകും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ ഫതലഖാ ബഅ്ളുകും ലിബഅ്ളിൻ അദുവ്വുൻ വലകും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ ഫതലഖാ ബഅ്ളുകും ലിബഅ്ളിൻ അദുവ്വുൻ വലകും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ ഫതലഖാ. ഇനി കാണാതെ നോക്കൂ. ആ വരി മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തമായിട്ട് ഒന്ന് ഓതി നോക്കാം. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين فتلقى فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين فتلقى فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين فتلقى
ഇനി നമുക്ക് ഈ ആയത്തൊന്ന് കാണാതെ ഓതി നോക്കാം. ഈ ആയത്ത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. فَتَلَقَّى آدَمُ مِنْ رَبِّهِ كَلِمَاتٍ فَتَابَ عَلَيْهِ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ. ഇനി നമുക്ക് 37-ാമത്തെ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഇവിടെ തഫ്ഹീം, ഖാഫ് അതേപോലെ റ എന്നീ അക്ഷരങ്ങൾ തഫ്ഹീം ചെയ്യണം. പിന്നെയുള്ളത് മദ് മുൻഫസിലാണ്. ഫതലക്കാ അവിടെ 4-5 ഹർക്കത്ത് വരെ നീട്ടണം. പിന്നെയുള്ള നിയമം ഇദ്ഗാം ബിലാ ഗുന്ന. മിർ റബ്ബിഹി സുക്കൂനിലെ നൂനിന് ശേഷമോ തൻവീന് ശേഷമോ റ എന്ന അക്ഷരമോ അല്ലെങ്കിൽ ലാം എന്ന അക്ഷരമോ വന്നു കഴിഞ്ഞാൽ അവിടെ നൂനിനെ മറച്ച് വെച്ച് മണിപ്പിക്കാതെ ചേർത്തി ഓതണം. അതിനെയാണ് ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറയുന്നത്. പിന്നെയുള്ളത് മദ് അസ്ലിയാണ്. റബ്ബിഹി അതേപോലെ കലിമാത്തിൻ അതേപോലെ ഇന്നഹു എന്നിവിടങ്ങളിൽ ചെറിയ മദ്ദിൻ്റെ അക്ഷരങ്ങൾ കാണാം. അവിടെ 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. പിന്നെയുള്ളത് ഇഖ്ഫ ആണ്. കലിമാത്തിൻ ഫതാബ. ഇവിടെ ഇഖ്ഫാൻ്റെ അക്ഷരമായ ഫ ആണ് തൻവീന് ശേഷം വന്നിട്ടുള്ളത്. അതുകൊണ്ട് നൂനിനെ വെളിവാക്കാതെ മറച്ച് വെച്ച് ഇഖ്ഫ ചെയ്ത് മണിച്ച് കൊണ്ട് ചേർത്തി ഓതണം. കലിമാത്തിൻ ഫതാബ, കലിമാത്തിൻ ഫതാബ അല്ല, കലിമാത്തിൻ ഫതാബ എന്ന് തന്നെ ഓതണം. പിന്നെ ഇവിടെ അലൈഹ്, അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു നിയമം വരും, മദ് ലീൻ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാ അല്ലെങ്കിൽ വ എന്നീ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരികയും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ത് വരികയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ 4-5 ഹർക്കത്ത് നീട്ടി ഓതി നിർത്തണം. അലൈഹ്, അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ നിയമമൊന്നുമില്ല. അലൈഹി ഇന്നഹു അങ്ങനെ ഓതാം. പിന്നെയുള്ള നിയമം വാജിബുൽ ഗുന്നയാണ്. നൂന് ഷദ്ദ് വന്നതുകൊണ്ട് അവിടെ 2 ഹർക്കത്ത് വരെ മണിപ്പിക്കണം. പിന്നെയുള്ള നിയമം മദ് ആരിലു സുക്കൂൻ. ഇതാണ് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം നോക്കാം. അനന്തരം ആദം തൻ്റെ രക്ഷിതാവിങ്കൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. ആ വചനങ്ങൾ മുഖേന അതായത് പശ്ചാത്താപത്തിൻ്റെ വചനങ്ങൾ സ്വീകരിച്ചു. ആദമിന് അള്ളാഹു പാപമോചനം നൽകി. അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്രേ. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. ഫതലക്ക എന്നിട്ട് അനന്തരം ഏറ്റെടുത്തു, അതായത് കണ്ടെടുത്തു, പഠിച്ചു എന്നൊക്കെ. ആദമു ആദം, മിർ റബ്ബിഹി തൻ്റെ റബ്ബിൽ നിന്ന്, കലിമാത്തിൻ ചില വാക്കുകൾ, അതായത് വാക്യങ്ങൾ, ഫതാബ അലൈഹ് അങ്ങനെ അവൻ മടങ്ങി, പശ്ചാത്താപം സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ. ഇന്നഹു നിശ്ചയമായും അവൻ തന്നെ, ഹുവത്തവ്വാബു പശ്ചാത്താപം വളരെ സ്വീകരിക്കുന്നവൻ, റഹീം കരുണാനിധി. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് ഈ ആയത്തിനെ മനഃപ്പാഠമാക്കാൻ നോക്കാം. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ഇനി കാണാതെ ഓതി നോക്കൂ. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. ഖുൽ നഹ്ബിതു
ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. ഖുൽ നഹ്ബിതു ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. ഖുൽ നഹ്ബിതു. ഇനി നമുക്കിതിനെ കാണാതെ നോക്കാം. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മുഴുവൻ ഒന്ന് നോക്കാം. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. ഖുൽ നഹ്ബിതു. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. ഖുൽ നഹ്ബിതു. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. ഖുൽ നഹ്ബിതു. ഇനി നമുക്ക് കാണാതെ ഓതി നോക്കൂ. ഈ ആയത്ത് മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ഭാഗം പഠിക്കാൻ തുടങ്ങുക. ഇനി മനഃപ്പാഠമാക്കിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. മനഃപ്പാഠമാക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് അത് മറന്നുപോകാതെ സൂക്ഷിക്കുക എന്നത്. അതിനായി താഴെ പറയുന്ന 4 ഘട്ടങ്ങൾ പതിവാക്കുക. ഒന്നാമത്തേത് മനസ്സിൽ പതിപ്പിക്കുക. ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആയത്ത് ഖുർആൻ നോക്കി പലതവണ ഓതുക. അതായത് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് പോലെ. ആ സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഒരു ചിത്രം പോലെ മനസ്സിൽ പതിയുന്നതുവരെ ശ്രദ്ധയോടെ നോക്കി ഓതുക. മനസ്സ് പാകപ്പെട്ടാൽ മാത്രമേ പഠനം എളുപ്പമാകൂ. രണ്ടാമത്തേത് ആവർത്തിച്ച് ഉറപ്പിക്കുക. ഒരു ആയത്ത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്തതിലേക്ക് പോകരുത്. അതിനു മുമ്പ് ആ ആയത്ത് ചുരുങ്ങിയത് 20 തവണയെങ്കിലും കാണാതെയോ അല്ലെങ്കിൽ നോക്കിയോ ആവർത്തിച്ച് ഓതണം. ഇത് ആ ആയത്തിനെ നിങ്ങളുടെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തേത് സ്വയം തിരുത്തുക. കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച ഭാഗം കാണാതെ ഓതി നോക്കുക. എവിടെയെങ്കിലും തടസ്സമോ തെറ്റോ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഫോണിൽ റെക്കോർഡ് ചെയ്യുക. ശേഷം ഖുർആൻ നോക്കി ആ റെക്കോർഡിംഗ് കേട്ടു നോക്കിയാൽ എവിടെയാണ് തെറ്റിയത് എന്ന് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് തിരുത്താനും സാധിക്കും. നാലാമത്തേത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പഠിച്ചുറപ്പിച്ച ഭാഗങ്ങൾ നിങ്ങളുടെ 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഓതാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദീർഘനേരം നിസ്കരിക്കാൻ പറ്റും. കൂടാതെ വെറുതെ ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഈ ആയത്തുകൾ മനസ്സിലോ പുറത്തോ ഓതിക്കൊണ്ടിരിക്കുക. എത്രത്തോളം നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് മറന്നു പോകാതിരിക്കും. ബൈഹാർട്ട് ആയതിനു ശേഷം നല്ല ഒരു ഖുർആൻ പാരായണത്തിൻ്റെ MP3, മിഷാരി അൽഫാസി പോലുള്ളവരുടെ MP3 നിങ്ങൾ പഠിച്ച പഠിച്ച ആയത്തുകളുണ്ടല്ലോ, ആ ആയത്ത് കേൾക്കുക. അത് തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. അത് മനസ്സിൽ പതിപ്പിച്ചതിന് ശേഷം മാത്രമാണ് കേൾക്കേണ്ടത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാഹ്, അള്ളാഹു എല്ലാം നമുക്ക് എളുപ്പമാക്കി തരട്ടെ. നമ്മൾ ഇതുവരെ 6 പേജ് കംപ്ലീറ്റ് പഠിച്ചു. മനഃപ്പാഠവും തജ്വീദും അതേപോലെ അർത്ഥ വിവരണവും. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.